ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ ഏറ്റവും മടിയായിട്ടുള്ളവർക്ക് വേണ്ടി ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ദം ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ബീഫ് ഇതുപോലെ വലിയ പീസാക്കി നെയ്യോട് കൂടിയിട്ടുള്ള പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഗരം മസാല, മഞ്ഞൾപ്പൊടി, ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. കട്ടിയുള്ള തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അപ്പോൾ ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഹോം മെയ്ഡ് തൈരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാടൊന്നും പുളിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് പുളിക്കനുസരിച്ച് മാത്രം തൈര് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഒരുപാട് മസാലകളൊന്നും ചേർക്കരുത് കേട്ടോ. ഇത്രയും മാത്രം ചേർത്ത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയം, അത്രയും സമയം മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ സവാളയൊക്കെ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേ ബിരിയാണിയുടെ മസാലയ്ക്ക് നല്ലൊരു ഗ്രേവി കിട്ടുള്ളൂ. ഇനി അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി മിക്സിയിൽ ചേർത്ത് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ഒരു 2 ജാതിപത്രി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയുടെ പേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ റെഡി ആക്കി വെക്കുക. അപ്പോഴേക്കും നമ്മുടെ മാരിനേഷൻ കഴിഞ്ഞിട്ട് ബീഫും റെഡി ആയിട്ടുണ്ടാകും. ഇനി ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് എല്ലും നെയ്യും ഒക്കെ ചേർത്തെടുക്കുകയാണെങ്കിൽ ബിരിയാണിക്ക് നമുക്ക് ഒരുപാട് നെയ്യൊന്നും ചേർക്കാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. എല്ലോട് കൂടിയൊക്കെ ചെയ്യുന്ന സമയത്തെ അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ നല്ല മജ്ജയൊക്കെ ഇറങ്ങി വന്നിട്ട് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. വെറുതെ പീസ് മാത്രം എടുക്കാതെ. അപ്പോൾ അത് ഒരു സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി അപ്പുറത്ത് നമുക്ക് പാൻ വെച്ചിട്ട് മസാല റെഡിയാക്കാം. നമ്മൾ ബിരിയാണിയുടെ മസാല റെഡിയാക്കുന്ന സമയത്ത് നമുക്ക് വലിയ പോട്ടുകളിലൊക്കെ ഈ മസാല വഴറ്റി ചെയ്യുന്നതിലും ഏറ്റവും എളുപ്പം ഇതുപോലുള്ള ചെറിയ പാത്രങ്ങളിൽ, അതായത് ഫ്രൈയും പാനോ ചെറിയ പോട്ടുകളിൽ മസാല ആദ്യം റെഡിയാക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് മറ്റേ ബിരിയാണി പോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും യൂസ്ഫുള്ളായിട്ട്. പെട്ടെന്ന് റെഡിയായി കിട്ടും. അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ഈ ബിരിയാണി പോട്ടൊക്കെ ചൂടായി അതിൽ വഴറ്റി വരുമ്പോഴൊക്കെ. അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയിലേക്ക് സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉതിർത്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡിയാവും. അതോടൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ഇത് ജാതിപത്രി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഹോൾ മസാലാസൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഗ്രാമ്പു, പട്ട, ഏലം എല്ലാം ഉണ്ട്. അത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒന്ന് നിരത്തി ഇട്ട് കൊടുത്താൽ മതി. ആദ്യം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതുപോലെ പാനിലൊന്ന് നിരത്തിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് എല്ലാം കൂടി മാഷായിട്ടോ ജോയിൻ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ മസാലയ്ക്ക് നല്ലൊരു തിക്നെസ്സും ഗ്രേവിയും കിട്ടും. നമ്മൾ തുറന്നിങ്ങനെ വെച്ച് ഒരുപാട് ഓയിലിൽ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒന്നുകൂടി അടച്ച് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു ഗ്രേവി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ കുക്കറിൻ്റെ ഹാൻഡിലേ നമ്മൾ ഇപ്പം ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ദൂരെ തിരിച്ചു വെക്കാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കൈയൊക്കെ തട്ടി നമുക്ക് അപകടങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. തൈരിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഒരല്പം മല്ലിപ്പൊടി, അതുപോലെ ഇത് പശുവിൻ പാൽ തന്നെ കേട്ടോ. 1/4 ഗ്ലാസ് എടുത്തത് ഞാൻ അതും കൂടി ചേർത്തിട്ട് ഈ ഒരു കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാൽ ചേർക്കുന്നത് നമ്മുടെ തൈരിൻ്റെ പുളി ഒന്ന് ക്രമീകരിക്കാനും അതുപോലെ ബീഫൊക്കെ നല്ല സോഫ്റ്റായിട്ട് ടേസ്റ്റിയായിട്ട് വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ, മസാലയിൽ ചെല്ലുമ്പോഴേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സവാളക്കൂട്ടും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഗ്രേവി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ഒരു പേരിന് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അതായത് അതിൻ്റെ കളറൊന്നും അങ്ങനെ റെഡായി പോകരുത്. ഇനി ഇതും കൂടി ചേർത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഫ്രഷായിട്ടുണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം മസാല നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്.
ഇനി അതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് പോട്ട് വെച്ചെടുക്കാം. ഈ പോട്ടിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക. ഈ മസാലയിൽ അങ്ങനെ ഒരുപാട് ഈ സമയത്ത് ഗ്രേവിയുടെ ആവശ്യം ഇല്ല കേട്ടോ. ഇനി നമ്മൾ ബീഫൊക്കെ വേവിച്ചിടുന്ന സമയത്ത് ബീഫിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ ഒരുപാട് വാട്ടറായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മസാല ഇതുപോലെ തിക്നെസ്സിലെടുക്കാം. മസാല എല്ലാം ഇതുപോലെ ബിരിയാണി പോട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ഇതുപോലെ രമ്പയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ രമ്പയില എന്ന് വെച്ചാൽ വേറെ ബിരിയാണിക്ക് വേറെ ഒന്നുമില്ലെങ്കിലും, അതായത് ഇപ്പോൾ മല്ലിയില പുതിന ഒന്നും ഇല്ലെങ്കിലും ഈ രമ്പയിലയുടെ ഒരു പീസ് ഇട്ട് കൊടുത്താൽ ബിരിയാണിക്ക് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. കിച്ചണിൽ ഫുള്ള് ബിരിയാണിയുടെ മണം, കിച്ചണിൽ നിന്ന് തന്നെ അല്ല, ഫ്രണ്ടിൽ നിന്ന് കയറുമ്പോൾ തന്നെ, വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ബിരിയാണിയുടെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഈ ബിരിയാണിയുടെ മസാലക്ക് നമ്മൾ ഈ ബിരിയാണി പോട്ടിലേക്ക് ഇട്ടതിന് ശേഷം ഇത്രയും തന്നെ ഒരു വാട്ടർ കണ്ടൻറ്റ് ആവശ്യമാണ് കേട്ടോ. എങ്കിൽ റൈസും കൂടി വരുമ്പോൾ അത് ശരിയായി വരുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. അപ്പോൾ ബിരിയാണി ഗീ റൈസൊക്കെ റെഡിയാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഗീ റൈസ് റെഡിയാക്കിയതിൽ ഞാനൊരു ഹാഫ് പോർഷനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബീഫ് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, മസാലയൊക്കെ ഒന്ന് ബീഫിൽ പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇതുപോലെ യെല്ലോ റൈസാണ് ആദ്യം ഇട്ട് കൊടുത്തത്, അതൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വൈറ്റ് റൈസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ സവാള, നട്ട്സ്, റൈസിൻസ് ഒന്നും ഫ്രൈ ചെയ്ത് ചേർക്കണില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കുട്ടികൾക്കൊന്നും അതിനോട് അത്ര താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. ഇനി റൈസ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ നമ്മൾ ഇതുവരെ ഗീയൊന്നും ചേർത്തില്ലല്ലോ, ഇത്തിരി ഗീയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി അവിടെ റെഡി ആയിക്കോളും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സാലഡിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മിക്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ബിരിയാണിക്ക് സൈഡായിട്ട് സാലഡ് ഉണ്ട്, പുളിങ്കറി, അച്ചാർ, നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ ബിരിയാണി ഉണ്ടാക്കാൻ മടിയുള്ളവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. വീട്ടിൽ ഗസ്റ്റ് വരുന്ന ടൈമിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പം കഴിയും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബിരിയാണി പെട്ടെന്ന് റെഡിയാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.